ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഈ ആഴ്ചത്തെ വീക്ക്ലി സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറയുകയാണ്, ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് ഞാൻ എൻട്രി ചെയ്ത സ്റ്റോക്സുകളിലെയും ഞാൻ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്സുകളിലെയും ടെക്നിക്കലി ഉള്ള ഒരു ചാർട്ട് റീഡിങ്ങും ആൻഡ് എൻ്റെ ഫോക്കസിലുള്ള സ്വിംഗ് ട്രേഡിംഗ് പിക്സിൻ്റെ ഒരു അനാലിസിസുമാണ് ഈ വീഡിയോ വഴി പറയുന്നത്. ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കാതെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് മാത്രം കണക്കാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റി ജസ്റ്റ് ഒരു റഫായിട്ടൊന്ന് അനലൈസ് ചെയ്ത ശേഷം നമുക്ക് നേരെ സ്റ്റോക്സിലേക്ക് പോകാം. വീഡിയോ തുടങ്ങും മുന്നേ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ടെലിഗ്രാം ബാൻ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അറിയാം. സോ ഇൻ ദ മീൻ ടൈം നമുക്ക് നമ്മുടെ KSM ഗൈഡ് ഫാമിലി ഗ്രൂപ്പ്, പബ്ലിക് ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് ഞാൻ വാട്സാപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, ജോയിൻ ചെയ്ത ശേഷം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം എന്താണ് അടുത്ത കാര്യം എന്നുള്ള കാര്യം നിഫ്റ്റിയുടെയാണ്. ഇപ്പം നിഫ്റ്റിയുടെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. നിഫ്റ്റി ഒരു ബുള്ളിഷ് ഫീലാണ് എനിക്ക് ഓവറോൾ ഒരു സ്ട്രക്ചറലി എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ഒരു എത്ര % ആണ്, ഒരു 5% മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് തന്നത് ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നും, അല്ലേ? ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്നും തന്ന ശേഷം ഒരു പുൾ ബാക്കും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് വരുന്ന ആഴ്ചകളിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ടാവാം എന്ന് തന്നെയാണ്. അപ്പം പ്രത്യേകിച്ച് ഇറാനിൽ ബ്ലോക്കേഡും അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സ്ട്രക്ചറിലേക്ക് നീങ്ങാനാണ് ഞാൻ പോസിബിലിറ്റി കാണുന്നത്. ആൻഡ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ 24,460 എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ പോകുന്ന സോൺ എന്ന് പറയുന്നത്. ഈ ഒരു 200 ഏരിയ, 200 പോയിന്റ്സിന്റെ സോൺ 24,461 to 24,660. അപ്പോൾ ഈ ഏരിയ മാർക്കറ്റിൽ ഒരു വലിയ സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള പോസിബിലിറ്റി ഉള്ള സോണാണ്. ഈ ഏരിയയ്ക്ക് മുകളിലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ സ്ട്രക്ചറലി ഒരു പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 25,290 സോണിലേക്ക് മൂവ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഓക്കെ, സോ നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ ലെവൽസ് എല്ലാം നമുക്ക് തിങ്കളാഴ്ച രാവിലത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ചർച്ച ചെയ്യാം. എന്തായാലും നിലവിൽ ഞാൻ ബുള്ളിഷ് മൈൻഡിലാണ് നിഫ്റ്റിയെ കാണുന്നത് എന്നുള്ള കാര്യം ആകത്തുകയായിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എൻ്റെ എൻട്രിയിലുള്ള സ്റ്റോക്ക് ഞാൻ പറയാം. IG ഞാൻ ചെറിയ ക്വാണ്ടിറ്റി എല്ലാം വീക്കെൻഡിൽ ഞാൻ എൻട്രി എടുത്ത സ്റ്റോക്കുകളാണ് ഇതെല്ലാം. അപ്പം ഇത് സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ IGLന്റെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര റേഞ്ചിൽ നിന്നാണ് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അതായത് 300-320 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത്. ആൻഡ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഡിമാൻഡ് സോണിനോട് സാമീപ്യമുള്ള ഒരു മേഖലയിലാണ് നിൽക്കുന്നത്. ടോട്ടലി ഒരു ഡിമാൻഡ് സോണിൽ നിന്നാണ് മാർക്കറ്റ് IGL എന്ന് പറഞ്ഞ സ്റ്റോക്ക് ബൗൺസ് ചെയ്തേക്കുന്നത്. ലുക്ക്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. ആൻഡ് IGL ബൗൺസ് ചെയ്ത് ഇവിടെ നിൽക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ നോക്കാം. ഒരു സപ്ലൈ സോൺ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് 170 റേഞ്ചാണ് മാർക്കറ്റിന്റെ ഒരു പ്രോപ്പർ സപ്ലൈ സോൺ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈ നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കാം. സപ്ലൈ ആണ് എന്നുള്ള കാര്യം ബോധ്യത്തോടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. കാര്യം അവിടെ പലവട്ടമായ റിജക്ഷൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, പലവട്ടമാണ് ഇത്. ഒരു തവണ റിജക്ഷൻ വന്ന് താഴോട്ട് വന്നു. 1 2 3 4 5 6 7 ഏഴാമത്തെ വട്ടമാണ് ഈ സോണിൽ റിജക്ഷൻ അടിക്കുന്നത്. മൈനർ റിജക്ഷൻസ് ആണ് ഞാൻ കാണുന്നത്. ഇപ്പം നിങ്ങൾ ഇതൊന്നും റിജക്ഷൻ ആയിട്ട് ചില ആളുകൾ കാണത്തില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഇത് റിജക്ഷൻ ആണ്. ഈ ഒരു സോണിൽ നിന്ന് പർട്ടിക്കുലർലി മാർക്കറ്റ് റിജക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു റിജക്ഷൻ സോണായിട്ട് നിങ്ങൾ കണക്കാക്കാം. ആൻഡ് അവിടെ നിന്ന് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഇത് റിജക്ഷൻ ആണ്. ഈ ഏരിയ എത്തുമ്പോൾ തന്നെ മാർക്കറ്റ് സെല്ലേഴ്സ് എൻ്റർ ആവുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. പലവട്ടമായിട്ട് ഈ ഏരിയയിൽ റിജക്ഷൻ ചെയ്യുകയാണ് IGL എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അപ്പം ഞാൻ എന്തായാലും ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു പ്രോപ്പർ ഡിമാൻഡ് സോണായിട്ട് ഞാൻ 155 റേഞ്ചാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ഒരു 155 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്ത് വീണ്ടും ഒരു അറ്റംപ്റ്റ് ഈ 170-175 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ഡിമാൻഡ് സോണായിട്ട് 155 റേഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റേഞ്ച് 150ക്ക് ബിലോ പോവുകയാണെങ്കിൽ ഓക്കെ വീക്ക്നെസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പുൾ ബാക്ക് നടത്തുമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ IGL ഞാൻ എന്തായാലും 2 വീക്കായിട്ട് ഞാൻ ഒരു വാച്ച് ചെയ്യുന്നുണ്ട്. ഇന്നലെ ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ടിനുള്ള അറ്റംപ്റ്റ് നടത്തി, ബട്ട് ഫെയിലായി. കണ്ടില്ലേ? ബട്ട് അത് ഞാൻ പോസിറ്റീവാണ് കാണുന്നത്. ഒരു തവണ മാർക്കറ്റ് കുറച്ച് ദിവസത്തിന് ശേഷം, കുറേ കാലത്തിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തി എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. സോ ടെക്നിക്കലി ഈ സ്റ്റോക്ക് ഞാൻ വീണ്ടും വാച്ച് ലിസ്റ്റിലേക്ക് കയറ്റുമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ ഒരു ചെറിയ ഞാൻ ക്വാണ്ടിറ്റി എൻ്ററും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുന്നത് ഈ ഒരു പുൾ ബാക്ക് കിട്ടി. ഡിമാൻഡ് ഏരിയയിൽ കുറച്ചും കൂടെ സ്റ്റോക്സ് വാങ്ങിച്ച് ഒരു മീഡിയം ടേം ഹോൾഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം മീഡിയം ടേം ഫോക്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടതിന് ശേഷം ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു ഡിമാൻഡ് എടുത്ത് അപ്സൈഡ് പോയതാണ്. സോ ദാറ്റ്സ് വൈ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്തത്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഗ്ലാൻഡ് ഫാർമയാണ്. ഓക്കെ, ഗ്ലാൻഡ് ഫാർമ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ഒരു
സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയ ഒരു സ്റ്റോക്കാണ് ഗ്ലാൻഡ് ഫാർമ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രൈസ് ആക്ഷൻസ് ഇവിടെ ഉണ്ട്. 4000 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് മാക്സിമം ഡൗൺ സൈഡ് വന്ന് 939 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് വന്നു. അത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിനുണ്ടായിരുന്നു. കണ്ടില്ലേ, 870 to 900 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് എത്തി. ആൻഡ് അവിടെ നിന്ന് ഒരു ബേസ് ബിൽഡിംഗ് ആണ് കണ്ടത്. നിങ്ങൾ നോക്കുക, ഇത്രയും വലിയൊരു ബേസ് ബിൽഡിംഗ് ആണ് നടന്നത്. അതായത് എത്ര കാലത്തെ ഒരു ബേസ് ബിൽഡിംഗ് ആണ് നോക്കുന്നത്, ജൂലൈ 2023 തൊട്ടേ ഉള്ള ബേസ് ബിൽഡിംഗ് അവിടെ നടന്നു. ആൻഡ് ഇത്രയും കാലമായിട്ട് ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് എത്ര വട്ടം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ അറ്റംപ്റ്റ് നോക്കി 1, 2, 3, 4, 5, 6 ആറാമത്തെ വട്ടം അറ്റംപ്റ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറലി ഈ സ്റ്റോക്ക് ഒരു നല്ലൊരു സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്തു. ആൻഡ് സപ്ലൈ സോണിൽ ഇവിടെ നടത്തുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഏരിയ 2199 എന്ന് പറഞ്ഞ സോണിന്റെ താഴെ പോകാതിരിക്കാനുള്ള അറ്റംപ്റ്റ് ആണ് നടത്തുന്നത്. മേ ബി ഗ്ലാൻഡ് ഫാർമ ഒരു പ്രൈസ് ആക്ഷൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സോണിന്റെ താഴോട്ട് വന്ന ശേഷം വീണ്ടും ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എന്തായാലും ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഡിപ്സ് വന്നിട്ട് വീണ്ടും ഒരു ബൈയിങ് പ്രഷർ വരുവാണെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യാമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. സോ ഗ്ലാൻഡ് ഫാർമയുടെ പ്രൈസ് ആക്ഷൻ ബേസ് ഒരു സൈക്കോളജിക്കൽ ബേസ് ഞാൻ വച്ച് വാങ്ങി കുറച്ച് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാണെങ്കിൽ അറിയാം, ഇവിടെ നിന്നും ഗ്യാപ്പ് അപ്പ് തന്ന ശേഷം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അപ് സൈഡ് പോകുന്നു, തിരിച്ച് ഡൗൺ സൈഡ് വരുന്നു, ആൻഡ് വീണ്ടും അപ് സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം താഴത്തെ ഈ സോണിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. 1940 എന്നുള്ള ഏരിയയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയാൽ ഉണ്ട്. ബട്ട് ഞാൻ നോക്കുന്നത് ഈ ഒരു ഏരിയയാണ്. 2165 എന്ന് പറഞ്ഞ സോൺ ബ്രേക്ക് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്ലാൻഡ് ഫാർമ എൻ്റെ എൻട്രിയിലുണ്ട്. നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് NLC ഇന്ത്യയാണ്. NLC ഇന്ത്യ എൻ്റെ 2 രീതിയിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മീഡിയം ടേം ആയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൊമെന്റം ട്രേഡിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ ഞാൻ എൻട്രും ചെയ്തിട്ടുണ്ട്. അപ്പം NLC ഇന്ത്യ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ കാലത്തിന് ശേഷമുള്ള സ്ട്രക്ചറലി ഉള്ള ഒരു സോൺ ബ്രേക്ക് ചെയ്തു NLC ഇന്ത്യ. ആൻഡ് അവിടെ നിങ്ങൾ നോക്കുക, മാർക്കറ്റ് ഒരു ബ്രേക്ക് തന്നു, ഒരു സോൺ ബ്രേക്ക് തന്നു. സോൺ ബ്രേക്ക് തന്ന ശേഷം റീടെസ്റ്റ് തന്നു. റീടെസ്റ്റ് തന്നതിന് ശേഷം നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റ് തന്നു. വീണ്ടും റീടെസ്റ്റ് സോണിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. സോ ഈ ക്യാൻഡിൽ കണ്ടില്ലേ, ഒരു ബുള്ളിഷ് ബൈയിങ് ക്യാൻഡിൽ ഇവിടെ തന്നിട്ടുണ്ട് NLC ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക്. ആൻഡ് ഇവിടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടോട് കൂടി ഈ സ്ട്രക്ചറലി ബ്രേക്ക് ചെയ്ത് നിൽക്കണം. അപ്പം ഞാൻ എന്തായാലും 380 to 400 റേഞ്ചിന് അബോവ് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 420 ആണ് ഞാൻ ടാർഗറ്റ് വെച്ചേക്കുന്നത്. എന്തായാലും ഒരു 1-2 മാസത്തേക്ക് ഞാൻ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കാണ് NLC ഇന്ത്യ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി വാങ്ങി, ഈ ഒരു സ്ട്രക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങി ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കുക. എൻ്റെ ടാർഗറ്റ് 420 ആണ്. ഞാനിത് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒനേമി ടെക്നോളജി സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞാനിതും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. എല്ലാ സ്റ്റോക്സും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വാങ്ങിയത് 260 റേഞ്ചിലാണ് ഞാൻ വാങ്ങിയത് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആൻഡ് നിലവിൽ ഇത് 295 റേഞ്ചിലേക്ക് നിൽക്കുകയാണ്. എൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 350 റേഞ്ചാണ് എൻ്റെ ഫൈനൽ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് മേ ബി ഒരു 2-3 ദിവസം ഒരു പുൾ ബാക്ക് തന്ന ശേഷം വീണ്ടും ഒരു എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഒനേമി ടെക്നോളജീസ് നിങ്ങൾ വാച്ച് ലിസ്റ്റിലിടുക. റീസെന്റ് IPO സ്റ്റോക്കാണ്. വലിയ പ്രൈസ് ആക്ഷനൊന്നും പഠിക്കാനില്ല. ഞാൻ സ്ട്രക്ചറലി ഉള്ള ഒരു മൂവ്മെന്റ് പ്രതീക്ഷിച്ച് ഞാൻ 260 റേഞ്ചിൽ വാങ്ങിയതാണ് ഈ ഒരു ക്യാൻഡിലിൽ. അവിടെ നിന്ന് ഈ സ്റ്റോക്ക് അപ്സൈഡ് തരുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കാണ് ഒനേമി ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്യാൻഡിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ നമുക്കിവിടെ കണ്ടു. അപ്പം മാർക്കറ്റ് ഇതിൻ്റെ ഒരു ഫോളോ മൂവ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ടാർഗറ്റ് 360 റേഞ്ചിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒനേമി ടെക്നോളജി സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, അടുത്ത സ്റ്റോക്കും ഞാൻ ഹോൾഡ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഞാൻ എൻ്റെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വാങ്ങുന്ന സമയത്ത്. സോ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് എട്ടേണൽ ലിമിറ്റഡ് ആണ്, അറിയാമല്ലോ. എട്ടേണൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞാൻ 253 റേഞ്ചിലാണ് വാങ്ങിയത്. അവിടെ നിന്നും സ്റ്റോക്ക് ഡൗൺ സൈഡ് വരികയുണ്ടായി. 230 റേഞ്ച് വരെ വന്ന ശേഷം സ്റ്റോക്ക് ഡിമാൻഡ് എടുത്ത് അപ്പ് സൈഡ് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ 260 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് എത്തി. ആൻഡ് വീണ്ടും ഒരു സപ്ലൈ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഞാൻ ഈ ഒരു ഏരിയയ്ക്ക് അബോവ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടെ വാങ്ങി ഞാൻ ഹയർ ഹൈ ഫോർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ ഒരു 311 അല്ലെങ്കിൽ 300 റേഞ്ചിനാകുമ്പോൾ ഒരു ടാർഗറ്റ് വെച്ച് ഞാനൊരു 1-2 മാസം ഹോൾഡ് ചെയ്യാനാണ് എട്ടേണലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എൻ്റെ ഒരു ബൈയിങ് പ്രൈസ് പറയുന്നത് എത്രയാണ്, 250 റേഞ്ചിനായിരുന്നു. ശേഷം ഇവിടെ വന്ന് ഈ ഡിമാൻഡിൽ നിന്ന് തിരിച്ചു പോയി ഈ ക്യാൻഡിലിൽ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ ഞാൻ വാങ്ങുകയാണ് ഉണ്ടായത്. ശേഷം 264 റേഞ്ചിൽ ബ്രേക്ക് ചെയ്യാനോ അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പോൾ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എട്ടേണൽ ലിമിറ്റഡ് നല്ലൊരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഒരു കൺജസ്റ്റഡ് സോണിൽ നിന്നും സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടക്കുകയാണ്. സോ കീപ് ഇൻ യുവർ വാച്ച് ലിസ്റ്റ്. ഓക്കെ, അടുത്ത സ്റ്റോക്കും ഞാൻ എൻ്റെ പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്.
NDR ഓട്ടോ എന്ന സ്റ്റോക്ക് ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ വാട്സാപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പിറകോട്ട് പോയാലുണ്ട് NDR ഓട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്, പിറകോട്ട് പോയാലുണ്ട്. അപ്പം ഗ്രൂപ്പിൽ ചേരാത്തവർ ഒന്ന് ചാനലിൽ ചേരാൻ ശ്രമിക്കാം. അപ്പോൾ NDR ഓട്ടോ ഞാൻ എല്ലാ ഡൗൺ ട്രെൻഡിൽ നിന്നും റിവേഴ്സ് വരുന്ന സ്റ്റോക്കാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പം ഈ ഒരു സോൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും 882 റേഞ്ചിൽ നിന്നും സപ്ലൈ ആണ് നടക്കുന്നത്. ബട്ട് ഐ ഫീൽ ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് NDR ഓട്ടോ ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. മൈന്യൂട്ട് ക്വാണ്ടിറ്റിയാണ് ഹോൾഡ് ചെയ്യുന്നത്. കാര്യം ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ കാണുമ്പോഴത്തേക്ക് എല്ലാവരും സെല്ലിംഗ് എന്ന് പറഞ്ഞ് വിൽക്കുകയാണ് പതിവ്. പക്ഷേ എൻ്റെ ഒരു സൈക്കോളജിക്കൽ തിങ്കിങ്ങിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ, 880 എന്ന് പറഞ്ഞ സോണ്. സോ എന്തുകൊണ്ടും ഞാൻ ഈ ക്വാണ്ടിറ്റി 870 റേഞ്ചിൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ 822 830 റേഞ്ച് വരെ വന്നിട്ട് തിരിച്ച് റിവേഴ്സൽ വരികയാണ് ഉണ്ടായത്. സോ എന്തായാലും ഞാൻ ഹോൾഡ് ചെയ്യാണ്. 800 റേഞ്ച് സപ്പോർട്ട് സോണായിട്ട് ഞാൻ കണക്കാക്കും. ഈ ഒരു ഏരിയ 800 റേഞ്ച് വരികയാണെങ്കിൽ അടുത്ത ക്വാണ്ടിറ്റി കൂടെ ഹോൾഡ് ചെയ്ത് ഈ കുറച്ച് കാലം കൂടെ NDR ഓട്ടോയുടെ നല്ലൊരു ബ്രേക്കിന് വേണ്ടി വിചാരിക്കുകയാണ്. ഒരു 1000 റേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 1000-1100 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് ഒരു 1 to 3 മന്ത്സിനുള്ളിൽ മൂവ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. NDR ഓട്ടോ കമ്പോണൻസ്. ഓക്കെ, അപ്പം അടുത്ത സ്റ്റോക്കും ഐസിൽ. ഇതെല്ലാം ഞാൻ വാങ്ങി ആൻഡ് എൻ്റെ ഈ പ്രൈസ് ആക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ സ്റ്റോക്കുകളാണ്. ഓക്കെ, നിങ്ങളും ഇത് പഠിക്കാൻ ശ്രമിക്കാം. ഇൻഡോകൗണ്ട് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ ഞാൻ വാങ്ങിയ റേഞ്ച് 290 റേഞ്ചിലാണ് വാങ്ങിയത്. ഈ ഒരു ഏരിയയിൽ വാങ്ങി മാർക്കറ്റ് അപ്സൈഡ് പോയി 290 അല്ല 260 റേഞ്ചിലാണ് ഞാൻ വാങ്ങിയത്. ഈ ഒരു ഏരിയയിലാണ് ഞാൻ വാങ്ങിയത്. ആൻഡ് അവിടെ നിന്നും ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയി ഡൗൺ സൈഡ് വന്നു ആൻഡ് വീണ്ടും നല്ലൊരു ക്ലോസിങ് വീക്ക്ലി ലെവലിൽ ഐസിൽ എന്ന ഇൻഡോകൗണ്ട് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ടാർഗറ്റ് 480 എബോവ് ആണ്. ഓക്കെ, അപ്പോൾ തിരിച്ച് റേറ്റ് ടെസ്റ്റിന് വരികയാണെങ്കിൽ ഇവിടെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. 350 റേഞ്ചിൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ടാർഗറ്റ് വന്നത് 470 480 റേഞ്ചിനും എബോവ് ആണ് ഞാൻ ടാർഗറ്റ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻസും കാര്യങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ബാൻ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ടെലിഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അതുവരെയായിരിക്കും വാട്സാപ്പിൽ നമ്മുടെ ഒരു ഫാമിലി പോലെ എല്ലാവരെയും കൊണ്ടുപോകണമെന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഐസിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. സോ എക്സ്ട്രാ ഒരു കമ്പനി കൂടെ ഞാൻ പറയാം. ഞാൻ ഇത്രയും നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തണമെന്നേ വിചാരിച്ചോളൂ. ഗ്രൈൻഡ്വെൽ എന്ന് പറഞ്ഞ കമ്പനികളുണ്ട്, ഗ്രൈൻഡ്വെൽ നോട്ടൺ. അപ്പോൾ ഇതും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഗ്രൈൻഡ്വെൽ നോട്ടൺ ഞാൻ 19421 റേഞ്ചിലാണ് വാങ്ങിയത്. ആൻഡ് അവിടെ നിന്നും സ്റ്റോക്ക് ഒരു അപ്സൈഡ് മൂവ്മെന്റ് തരുന്നുണ്ട്. ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 2350 റേഞ്ചിലാണ് ഗ്രൈൻഡ്വെല്ലിൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഗ്രൈൻഡ്വെൽ ഇതിൻ്റെ റേറ്റസ്റ്റ് സോൺ 2000 റേഞ്ചാണ്. 2000-ലേക്ക് എത്തുമോ ഇല്ലയെന്ന് നമുക്ക് വരുന്ന ആഴ്ചകളിൽ നമുക്ക് നോക്കാം. 2000 റേഞ്ച് നല്ലൊരു സോണായിട്ട് നിൽക്കും ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതും വാച്ച് ലിസ്റ്റിൽ ഇടുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇപ്പം ദുബായ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഉള്ളത്, നിങ്ങൾ പുറത്താണ്, ടെലിഗ്രാം ബാനൊന്നും ഇഷ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ അറിയാമല്ലോ പലരും VPN ഒക്കെ ഉപയോഗിച്ച് ടെലിഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സാപ്പിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ബാനിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുന്നവരെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത തിങ്കളാഴ്ച ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.